ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. കൈതക്കുഴി സെന്റ് തോമസ് മാർത്തോമ യുവജന സഖ്യത്തിന്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന ലെൻ ഡിവോഷനിലേക്ക് ഏവർക്കും സ്വാഗതം. നാം ഒരു നോമ്പുകാലത്തിൽ കൂടി കടന്നു പോവുകയാണ്. കഴിഞ്ഞുപോയ നോമ്പുകാലങ്ങൾ എങ്ങനെയായിരുന്നു എന്നും ഇനിയുള്ള നോമ്പുകാലങ്ങൾ എങ്ങനെയായിരിക്കണമെന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ടാകണം. നോമ്പ് നാളുകളിലെ ഉപവാസവും പ്രാർത്ഥനയും വചനധ്യാനവും എല്ലാം നമ്മുടെ ജീവിതത്തിന്റെ പരിമിതികളെയും കുറവുകളെയും തിരിച്ചറിയുവാനുള്ള അവസരമായി മാറണം. നമ്മുടെ ജീവിത വിശുദ്ധിയെ തകർക്കുന്ന ആസക്തികളോടും ശീലങ്ങളോടും വിട പറയുവാൻ നമുക്ക് സാധിക്കണം. യോനാ പ്രവാചകന്റെ പുസ്തകത്തിൽ നാം വായിക്കുന്നത് പോലെ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്നും ആയിരിക്കേണ്ടുന്ന അവസ്ഥയിലേക്കുള്ള ഒരു യാത്രയാണ് നോമ്പ്. യോനാ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം 8-ാം വാക്യം, ഓരോരുത്തരും താന്താന്റെ ദുർമാർഗവും താന്താന്റെ കൈക്കലുള്ള സാഹസവും വിട്ട് മനം തിരിയുകയും വേണം. നിനവേയിലെ ജനത്തിനുള്ള രാജകൽപ്പനയാണിത്. യോനാ പ്രവാചകനിലൂടെയുള്ള ദൈവത്തിന്റെ അരുളപ്പാട് കേട്ടപ്പോൾ നിനവേയിലെ രാജാവിനും ജനതയ്ക്കും ഒരു പരുവപ്പെടൽ അനിവാര്യമാണെന്ന് തോന്നി. ഓരോ നോമ്പുകാലവും നമ്മുടെ പരുവപ്പെടലിന്റെ കാലമായി നാം കരുതണം. നമ്മുടെ കാലഘട്ടത്തിലെ നോമ്പനുഷ്ഠാനം വെറും ഭക്ഷണ ക്രമീകരണങ്ങളിൽ മാത്രം ഒതുങ്ങി പോകുന്നില്ലേ എന്ന് നാം സംശയിക്കേണ്ടിയിരിക്കുന്നു. നോമ്പനുഷ്ഠാനത്തിലെ ഏറ്റവും ചെറിയ ഘടകമായ ഭക്ഷണ നോമ്പ് നാം ആഘോഷപൂർവ്വം കൊണ്ടാടുന്നവരാണ്. എന്നാൽ ജീവിതത്തിൽ അനുവർത്തിക്കേണ്ടുന്നവയെ ബോധപൂർവം വിട്ടുകളയുകയും ചെയ്യുന്നു. എത്ര കഠിനമായി നോമ്പ് അനുഷ്ഠിച്ചാലും ഒരു മാറ്റത്തിന് നാം വിധേയരാകുന്നില്ല എങ്കിൽ നമ്മുടെ നോമ്പനുഷ്ഠാനം വ്യർത്ഥമായി തീരും. രണ്ടാമതായി, ലഭിക്കുന്ന വേദനകളെ നന്മയാക്കി മടക്കി നൽകുന്ന അനുഭവമായി മാറണം. നോമ്പെന്ന വാക്കിലേക്ക് നോക്കുകയാണെങ്കിൽ നോവെന്നും അൻപെന്നുമുള്ള 2 വാക്കുകൾ അതിൽ സമ്മേളിച്ചതായി കാണുവാൻ സാധിക്കും. നോവിൽ ഒരിക്കലും ഉണ്ടാകുവാൻ ഇടയില്ലാത്ത ഒന്നാണല്ലോ അൻപ്. എന്നാൽ നോമ്പ് ഏൽക്കുന്നവരിൽ സ്വന്തം നോവുകളിലും അവനോട് അൻപ് കാട്ടുന്ന ക്രിസ്തുവിന്റെ ഭാവം ഉണ്ടാകണം. ജീവിതത്തിലുടനീളം നോമ്പനുഷ്ഠിച്ച നസ്രായന്റെ ജീവിതം നമുക്ക് നൽകുന്ന മഹത്തായ സന്ദേശം അതാണ്. ഈ ഒരു ദർശനത്തോടെ നാം പ്രപഞ്ചത്തിലേക്ക് നോക്കുകയാണെങ്കിൽ മനുഷ്യനൊഴികെ മറ്റെല്ലാ ജീവജാലങ്ങളും നോമ്പ് അനുഷ്ഠിക്കുന്നതായി നമുക്ക് തോന്നും. അടിയും ദണ്ഡനവും ഏൽക്കുമ്പോഴും തന്റെ യജമാനു വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന മൃഗജാലങ്ങളും കഠിനമായ വെയിൽ ശിരസിലേറ്റുമ്പോഴും തന്റെ കീഴിലിരിക്കുന്നവർക്ക് തണൽ നൽകുന്ന വൃക്ഷലതാദികളും ഏറുകൊണ്ട് നോവുമ്പോഴും മധുരഫലം നൽകുന്ന ഫലവൃക്ഷങ്ങളും ഒക്കെയാണ് ഒരു തരത്തിൽ നസ്രായനെ പോലെ നോമ്പ് അനുഷ്ഠിക്കുന്നതെന്ന് സാരം. എന്ത് ലഭിക്കുന്നു എന്നതിലല്ല, എന്ത് നന്മ നമുക്ക് മടക്കി നൽകുവാൻ സാധിക്കുന്നു എന്നതിലായിരിക്കണം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. മൂന്നാമതായിട്ട്, നോമ്പ് വചനത്തെ അനുഷ്ഠിക്കുന്ന അനുഭവമായി മാറണം. മനുഷ്യൻ സഞ്ചരിക്കേണ്ടെന്ന വഴി അതാണ് ക്രിസ്തു ഈ ലോകത്തിൽ നമുക്ക് കാട്ടിത്തന്നത്. ചെറിയൊരു ചലനം കൊണ്ട് പോലും വചനത്തിൽ നിന്ന് വ്യതിചലിക്കാതെ ജീവിച്ചവൻ, പാപപങ്കിലമായ ഈ ലോകത്തിൽ പാപം കൂടാതെ ജീവിച്ചവൻ തന്റെ ജീവിതം ഒരു നോമ്പ് അനുഷ്ഠാനമാക്കി മാറ്റി. നോമ്പ് അനുഷ്ഠാനം എന്നാൽ വചനത്തിന്റെ അനുഷ്ഠാനമാണെന്നതുകൂടി നാം പലപ്പോഴും വിസ്മരിച്ചു പോകാറുണ്ട്. വചനത്തെ അനുഷ്ഠിക്കേണ്ട നാം, കൽപ്പനകൾ പാലിക്കേണ്ട നാം അതിൽ നിന്ന് വ്യതിചലിക്കുന്നുവെങ്കിൽ നമ്മുടെ നോമ്പ് അനുഷ്ഠാനം എങ്ങനെ പൂർണ്ണത നേടും? പ്രിയമുള്ളവരെ, നോമ്പ് ഒരിക്കലും അവസാനിക്കേണ്ട ഒന്നല്ല. ഭക്ഷണ ക്രമീകരണങ്ങളിൽ നമ്മൾ വരുത്തുന്ന ചില മാറ്റങ്ങൾ മാത്രമാണ് നോമ്പിന്റെ അന്ത്യത്തിൽ അവസാനിക്കേണ്ടത്. നോമ്പിലെ പരുവപ്പെടലിന്റെ അനുഭവം, ലഭിക്കുന്ന വേദനകളെ നന്മയാക്കി മടക്കി നൽകുന്ന അനുഭവം, വചനത്തെ അനുഷ്ഠിക്കുന്ന അനുഭവം, ഇവ എക്കാലവും നിലനിർത്തപ്പെടേണ്ടതാണ്. അങ്ങനെ യഥാർത്ഥ നോമ്പ് അനുഷ്ഠാനകരാകുവാൻ, അതിലൂടെ ക്രിസ്തുവിന്റെ സാക്ഷികളായി തീരുവാൻ ഈ നോമ്പുകാലം നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.